മുൻ സർക്കാരിന്റെ പിൻവാതിൽ നിയമനം സർക്കാരിന് വലിയ ബാധ്യതയാണെന്ന് കെപിസിസി ജനറൽ സെക്രട്ടറി സോണി സെബാസ്റ്റ്യൻ. ദൈനംദിന കാര്യങ്ങൾ നടത്താൻ കടമെടുക്കേണ്ട സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. എൻജിഒ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം തളിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സോണി സെബാസ്റ്റ്യൻ. അർഹതയില്ലാത്തവർക്ക് ആനുകൂല്യങ്ങൾ നൽകി സംരക്ഷണം നൽകേണ്ട അവസ്ഥയാണിപ്പോൾ. മുൻ സർക്കാരിന്റെ പിൻവാതിൽ നിയമനം സർക്കാരിന് വലിയ ബാധ്യതയാണ്. പുതിയ സർക്കാർ പരിശോധന നടത്തി ആവശ്യമായ മാറ്റം വരുത്തണം. ദൈനംദിന കാര്യങ്ങൾ നടത്താൻ കടമെടുക്കേണ്ട അവസ്ഥയാക്കി വെച്ചാണ് മുൻ സർക്കാർ സ്ഥാനമൊഴിഞ്ഞത്. നികുതി വർദ്ധിപ്പിക്കാതെ സാധാരണക്കാരുടെയും സർക്കാർ ജീവനക്കാരുടെയും താൽപര്യങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ടു പോകാൻ പുതിയ സർക്കാരിന് സാധിക്കണം. ഇതിനെ സഹായിക്കാൻ സാധിക്കുന്ന വലിയ വിഭാഗമാണ് സർക്കാർ ജീവനക്കാരെന്നും ആ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകണമെന്നും സോണി സെബാസ്റ്റ്യൻ പറഞ്ഞു. വലിയ സാമ്പത്തിക ബാധ്യതയും വലിയ കടഭാരവുമെല്ലാം പുതിയതായി വരുന്ന ഗവൺമെന്റിന്റെ ചുമലിൽ ഏൽപ്പിച്ചതിന് ശേഷമാണ് ഗവൺമെന്റ് പുറപ്പെടുന്നത്. കൊടുക്കാൻ വേണ്ടി കിടക്കുന്ന കടം തന്നെ ആയിരക്കണക്കിന് കോടി റുപ്യയുടെ കടം കൊടുക്കാൻ വേണ്ടി കിടക്കും. ദൈനംദിന കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ നിങ്ങളോട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ദൈനംദിന കാര്യങ്ങൾ നടത്തണമെങ്കിൽ കടമെടുത്തുവെങ്കിൽ മാത്രമേ നടത്താൻ വേണ്ടി കഴിയൂ. കേരളത്തിലെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വരുമാനം വർദ്ധിപ്പിക്കാനും പരിമിതികളുണ്ട്. ഏതെങ്കിലും ഒരു സാധനത്തിന് ടാക്സ് വർദ്ധിപ്പിച്ചാൽ സ്വാഭാവികമായും ജനങ്ങൾ എതിരാവും. ജില്ലാ വൈസ് പ്രസിഡന്റ് പി പ്രദീപൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി അഷ്റഫ് മമ്പരം, ജില്ലാ ട്രഷറർ വി.ആർ. സുധീർ, തളിപ്പറമ്പ് നഗരസഭ വൈസ് ചെയർപേഴ്സൺ ദീപ രഞ്ജിത്ത, കെ.വി. മഹേഷ്, കെ. ശാലിനി, സതീശൻ നാൽപ്പാടി, എൻ. ജയശ്രീ തുടങ്ങിയവർ സംസാരിച്ചു. ടൗൺ കേന്ദ്രീകരിച്ച് വിളംബര ഘോഷയാത്രയും നടന്നു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.